വാപ്പ നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല. ആര് നിസ്കരിക്കണം? മക്കൾ നിസ്കരിക്കുന്നവരാകണം. ആരെങ്കിലും ഒരുത്തം വീട്ടിൽ നിസ്കരിക്കാതിരുന്നാൽ വീട്ടിൽ അള്ളാഹു നൽകാനിരുന്ന ബറക്കത്ത്, റിസ്ക് അള്ളാഹു ഏകിയിരുന്നു. 2024 ഒരു പുതിയ വണ്ടി നിന്റെ വീട്ടിലെത്തണം. ഒരു ഹൈബ്രിഡ് വണ്ടി നിന്റെ മുട്ടുമുറ്റത്ത് എത്തണമെന്ന് പടച്ചോൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഈ ഹയവാൻ നിസ്കരിക്കണ്ടേ? മക്കൾ മൊത്തം നിസ്കരിക്കുന്നില്ല. ഉമാരെല്ലാം മാലിൽ കിടക്കണം. എന്നാ പിന്നെ ഹൈക്രോസ് കേട്ടൊന്നും ഇല്ല. ആ പാടെ ഉള്ള ഗ്യാസും കൂടെ പോകും. അള്ളാഹു മുളക്കാക്കണം. അതാണ് അവസ്ഥ. ഇപ്പൊ ഏകദേശം അങ്ങനെ ഇപ്പൊ ഉള്ളത്. അള്ളാഹു ബറക്കത്തിലാക്കുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാരെ കൊണ്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. പള്ളി മാത്രം പഠിതാൽ പോരല്ലോ, പള്ളിക്കകത്ത് നിസ്കാരിക്കൂടെ വേണ്ടേ? 5 വഖത്ത് നിസ്കാരം നിർവഹിക്കാൻ ഫലസ്തീനിലെ മക്കൾക്ക്, പാവപ്പെട്ടതാകുന്ന മക്കൾ ഗസയുടെ തെരുവോരങ്ങളിൽ 70-ൽ പരം പള്ളികൾ തകർക്കപ്പെട്ടിരിക്കുകയാണ്. 1 മാസം മുമ്പാണ് അൽ മസ്ജിദുൽ കബീർ, ഗസയിലെ ഏറ്റവും വലിയ മസ്ജിദാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട പള്ളി, അതിന്റെ മിനാരങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ട് അതിൻ്റെതാകുന്ന കല്ലിന്റെ ചീലുകൾ കയ്യിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഫലസ്തീനി ബാലന്മാരുടെ ചിത്രങ്ങളാണ് മാധ്യമങ്ങൾ മുഴുവനും കണ്ടത്. ഒരേ സമയത്ത് തന്നെ എത്രയോ വിരോധാഭാസമാണ് നടക്കുന്നത്. ഫലസ്തീനിന്റെ മക്കൾക്ക് പള്ളിയില്ല. നമ്മുടെ നാട്ടിൽ പള്ളികളുണ്ട്, നിസ്കരിക്കാൻ ആളില്ല. എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? അവിടെ പള്ളിയുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി അവിടെ പള്ളിയില്ല, നിസ്കരിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ്. നമ്മളോ പള്ളികളുണ്ട്, നിസ്കരിക്കാൻ ആളില്ല. 5 വഖത്ത് നിസ്കാരത്തിന് ആള് വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിലാണ് ഖൈർ. ജുമുഅയും ജമാഅത്തും ഒക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ 1 വഖത്തിൽ വരട്ടെ.